ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ചേട്ടൻ വിളക്കൊക്കെ വെച്ചിട്ട് വണ്ടി എടുത്ത് ഗുരുവായൂർ പോകാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അങ്ങനെ പ്രേക്ഷേട്ടൻ എനിക്ക് ടാറ്റയൊക്കെ തന്ന് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അടുക്കളയ്ക്കൊക്കെ വന്ന് ഉലുവെള്ളം കടിക്കുകയാണ്. ഉലുവെള്ളം രാവിലെ ഒന്നും കഴിക്കണതാണ്, ഞാനും പ്രേക്ഷേട്ടനും കഴിക്കും. അപ്പോൾ ഉലുവെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആവും രാവിലെ കുറച്ച് നേരം. അപ്പോഴേക്കും അച്ഛൻ പാലൊക്കെ കൊണ്ടുവന്നു. പാല് അച്ഛൻ കൊണ്ടുവന്നിട്ട് അങ്ങനെ അച്ഛൻ പണിക്ക് പോവും. അതിനുശേഷം അമ്മ കുളിച്ച് വന്നിട്ട് നെയ്വിളക്ക് കത്തിക്കുകയാണ്. ഞാനും നെയ്വിളക്ക് മാറി മാറി കത്തിക്കും. എനിക്ക് പറ്റാത്ത സമയങ്ങളിൽ അമ്മയും കത്തിക്കും. അങ്ങനെയാണ് ഗൈസ് നെയ്വിളക്ക് ഞാനായിട്ട് ഇങ്ങനെ കത്തിക്കാൻ എനിക്കൊരാഗ്രഹം തോന്നി, അങ്ങനെ കത്തിച്ചത്. അതിനുശേഷം പിള്ളേരൊക്കെ വിളിച്ചു. പിള്ളേരൊക്കെ പുതപ്പൊക്കെ മടക്കി വെച്ച് എല്ലാവരും മൊത്തം ദേഷ്യമില്ല ഗൈസ്. അത് പുതപ്പൊക്കെ മടക്കി വയ്ക്കാൻ ഭയങ്കര ദേഷ്യം. എന്നാലും ഞാൻ പറഞ്ഞ് ചെയ്യിക്കണതാണ് ഗൈസ്. എന്നെ പോലെ ആവണ്ടല്ലോ വിചാരിച്ചിട്ട് കുട്ടികളെങ്കിലും നല്ല ഇതിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് കുട്ടികളോടൊക്കെ ഞാൻ കിടന്ന പുതപ്പൊക്കെ മടക്കി വയ്ക്കുമ്പോൾ അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്ന് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയിൽ കുളിക്കാൻ പോകാൻ പറയുമ്പോഴേക്കും കള്ളിയാണ് ഗൈസ്. അങ്ങനെ രണ്ടാളും ഞാൻ കുളിക്കാൻ എങ്ങനെയോ പറഞ്ഞയച്ചു. അതിനുശേഷം ഇന്ന് കഞ്ഞിയും തൈരും പച്ചമുളകിട്ട തൈരും മുട്ട ഓംപ്ലേറ്റും ഒക്കെ ആയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ അതിന് പച്ചമുളക് പൊട്ടിക്കാൻ പറഞ്ഞപ്പോഴുള്ള പ്രഹസനമാണ് കാണുന്നത്. അങ്ങനെ മുട്ട ഓംപ്ലേറ്റൊക്കെ അമലിട്ടുണ്ടാക്കി വെച്ചു. അങ്ങനെ കഞ്ഞിയൊക്കെ ഞാൻ വിളമ്പി വിളമ്പുകയാണ് ഞങ്ങൾ 5 ആൾക്കും. അങ്ങനെ കഞ്ഞിയൊക്കെ സൂപ്പറായിരുന്നു ടേസ്റ്റ്. ഭയങ്കര പൊടിയേരിയോടുള്ളതാണ്, എൻ്റെ മോന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഞ്ഞിയൊക്കെ സൂപ്പറായിട്ട് കുടിക്കുകയാണ്. അപ്പോഴേക്കും മീൻകാരൻ വന്ന് മീൻ വാങ്ങിക്കുകയാണ്. ഞങ്ങളുടെ നാസറേട്ടൻ്റെതാണ് മീൻ വാങ്ങിക്കുക. അപ്പോൾ ചൂടയും ആവോലിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ എന്താണ് ഇത്ര മീനക്ക് ഇത്രയൊക്കെ വില എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുക. അതിൻ്റെ ഇടയിൽ അമ്മയിൽ കുറച്ച് നേരം കളിക്കട്ടെ എന്നിട്ട് കളിക്കാൻ പോയി. മീനൊക്കെ ഫ്രഷാക്കി പെട്ടെന്ന്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഷോർട്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രസനമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മീൻ കറി വയ്ക്കാനുള്ള മുളകിട്ടത് അമ്മ സെറ്റാക്കി ഗ്യാസ് മുക്കൊക്കെ വെച്ച് സെറ്റാക്കുകയാണ്. അതിനുശേഷം എൻ്റെ ഇതിലേക്ക് വരുന്നൊരു സ്മൈലൊക്കെ തരുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ തിളച്ചു. മീൻ വറുക്കാനുള്ളതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻ കുറച്ച് കറി വയ്ക്കും, കുറച്ച് വറുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിങ്ങനെ ഫ്രഷായിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് മോൾക്കൊക്കെ ഡാൻസിന് പോകണം. അപ്പോഴേക്കും മോൾക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കഴിക്കൊന്നുമില്ല ഗൈസ്, എന്നാലും പോണേൻ്റെ ഉള്ളിൽ ഫുഡ് കൊടുക്കേണ്ടത് വെച്ച് കൊടുക്കുകയാണ്. അവളുടെ 2 വായ കഴിച്ച് ബാക്കിയൊന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ ചെറിയ മോന് ഫുഡ് കൊടുത്തു. അങ്ങനെ അവൾ എന്നോട് ടാറ്റ പറഞ്ഞു പോയി. അമ്മയും അമലും കഴിച്ചു. അതുപോലെ അമ്മൽ ട്യൂഷന് ഹായ് പറഞ്ഞിട്ട് അമലും പോയി.